ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് വല്ലാത്ത വിഷമം. കാരണം വേറൊന്നുമല്ല, ശ്രീകാന്തിൻ്റെ കൂടെ തനിക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. അതോർത്തുകൊണ്ടാണ് വർഷയുടെ സങ്കടം. എന്തായാലും പിന്നീട് അങ്ങോട്ട് വർഷ തന്നെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ആയിട്ട് ഫുഡ് സർവീസ് ഓർഡർ ടേക്കറായിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. എന്തായാലും വർഷ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറിയ കാര്യങ്ങളെല്ലാം മഹിമയുടെ കാതിൽ എത്തുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് മഹിമയും ഭർത്താവും വല്ലാത്ത കലിപ്പിലാവുന്നു. ശേഷം വൈകിയില്ല, മഹിമ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വർഷയെ കാണുകയാണ്. ശേഷം വർഷയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് കരുതിയിട്ടാടി ഈ ജോലിക്ക് കയറിയത്? നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അത്രയും കഴിവില്ലെന്നുണ്ടെങ്കിൽ എന്തിനാ എൻ്റെ മോളെ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ശ്രീകാന്തിൻ്റെ വീട്ടുകാരെ നിർബന്ധിച്ച് വർഷയെ ഈ ജോലിയിലേക്ക് പറഞ്ഞു വിടുന്നത് പോലെയൊക്കെയാണ് മഹിമ സംസാരിക്കുന്നത്. എന്നാൽ വർഷയല്ലേ ആള്, വർഷ നല്ലത് തിരിച്ചു പറയുന്നുണ്ട്. എൻ്റെ സ്വന്തം തീരുമാനമാണെന്നും അമ്മ അതിൽ ഇടപെടേണ്ടെന്നും ഒക്കെ വർഷ തൻ്റെ ഇടത്തോടെ പറഞ്ഞിട്ട് പിന്നീട് മഹിമയെ ആട്ടി ഓടിക്കുന്ന രീതിയിലാണ് പറഞ്ഞു വിടുന്നത്. മഹിമയ്ക്കാണെങ്കിൽ ഇത് തൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. സ്വന്തം മകൾ, അതും പണക്കാരിയായിട്ടുള്ള മകൾ, ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ എടുക്കുന്ന ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വളരെ കുറച്ചിലായിട്ട് തോന്നുകയാണ്. പക്ഷെ ഇതിനെപ്പറ്റി ഇനി വർഷയോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് മഹിമ നേരെ സച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചന്ദ്രയാണെങ്കിൽ മഹിമയെ കാണുന്നതും സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. എന്താ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുമ്പോഴാണ്, പെട്ടെന്നാണല്ലോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നടക്കുന്നത്, ഇതെല്ലാം പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? മഹിമയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും രവിയും അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചിയും കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. മഹിമയെ കണ്ട് രവീന്ദ്രൻ സുഖമല്ലേ മഹിമയെന്ന് ചോദിക്കുമ്പോൾ, ആ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥ എന്നിങ്ങനെ മഹിമ പറയുന്നത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയ്ക്കും ആകെ ടെൻഷൻ ആവുകയാണ്. എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ സച്ചി കമൻ്റ് അടിക്കുന്നുണ്ട്. അതിനച്ഛ അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നം താനേ വന്നോളും എന്നിങ്ങനെ പറയാണ് കേട്ടോ. മഹിമയ്ക്ക് അത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശേഷം ചന്ദ്രയോടായിട്ട്, ചന്ദ്രേ നീ നിന്റെ മകനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറ. അപ്പോൾ ചന്ദ്ര സച്ചിയുടെ നേരെ ചൂടായിക്കൊണ്ട്, എടാ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക. ശേഷം മഹിമയോട്, മഹിമേ അവൻ അങ്ങനെയൊക്കെ പലതും പറയും, അത് നിങ്ങൾ തമാശയായിട്ട് എടുത്താൽ മതിയെന്നേ, ദേഷ്യമൊക്കെ അവൻ്റെ കയ്യിൽ തന്നെ വച്ചാൽ മതിയെന്ന് തിരിച്ച് പറയുന്നുണ്ട് മഹിമയും. രേവതിയും ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണല്ലോ. രേവതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മഹിമയുടെ ഈ സംസാരം കേട്ടിട്ട്. രേവതി സച്ചിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. മഹിമയോടായിട്ട്, നിങ്ങളെന്തിനാ അവൻ ഇവനെന്നൊക്കെ പറയുന്നത്? അമ്മ അവരുടെ മകൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയും എന്ന് കരുതിയിട്ട് നിങ്ങൾ മര്യാദയില്ലാതെ സംസാരിക്കരുത്. അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഓ പിന്നെ അവനെന്താ വലിയ ജില്ലാ കളക്ടറാണോ മര്യാദ കൊടുക്കാൻ വേണ്ടിയിട്ട്? എന്നാൽ രേവതിയും വിട്ടുകൊടുക്കുന്നില്ല. കളക്ടർക്ക് മാത്രമേ മര്യാദ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി നീ എന്താടി എന്നോട് തർക്കുത്തരം പറയുന്നോ? അങ്ങനെയും പറഞ്ഞ് ചന്ദ്രമതി രേവതിയുടെ നെഞ്ചത്തോട്ട് കയറുമ്പോഴേക്കും രവീന്ദ്രൻ ഇതിൽ ഇടപെട്ടുകൊണ്ട്, നിങ്ങൾ എന്തിനാ എല്ലാവരും കൂടെ പരസ്പരം വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ശേഷം മഹിമയോടായിട്ട്, മഹിമ എന്തോ ദേഷ്യത്തിലാണെന്നുള്ള കാര്യം മനസ്സിലായി. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മഹിമ ഉടനെ തന്നെ പേഴ്സിനകത്ത് നിന്ന് ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്തിട്ട് ടേബിളിൽ വെക്കുന്നുണ്ട്. ശേഷം എല്ലാവരോടുമായിട്ട് നിങ്ങൾക്കിതിൽ നിന്നും ആവശ്യമുള്ളത് എഴുതിയെടുത്തോളാൻ പറയുകയാണ്. ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് കേൾക്കുന്നതും സന്തോഷം കൊണ്ട് മുഖം വിടരുന്നു. എന്നാൽ രവിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. രവി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതെന്നും, ചെക്കൊക്കെ തരേണ്ട കാര്യം ഇപ്പം എന്താ ഇവിടെ ഉണ്ടായതെന്നും. അപ്പം മഹിമ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ഞങ്ങളുടെ മകളെ മഹാറാണിയെ പോലെയാണ് ഇതുവരെ വളർത്തിയത്. അത് കേൾക്കുന്ന സച്ചി കളിയാക്കുന്നുണ്ട്, നിങ്ങളെന്താ നിങ്ങളുടെ മകളെ പല്ലക്കലിലൊക്കെ വെച്ചിട്ടാണോ കൊണ്ടുപോരുന്നത്? എന്നാൽ രേവതി സച്ചിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. തുടർന്ന് മഹിമ പറയുകയാണ്, ചന്ദ്രേ എൻ്റെ മകളെ ഞാൻ വലിയിടത്തേക്കാണ് കല്യാണം കഴിപ്പിച്ച് അയക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ നടന്നില്ല. അവളായിട്ട് അവളുടെ ഇഷ്ടത്തിന് ജീവിതം കണ്ടെത്തി. അവളിവിടെ നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. അത് കേട്ട ഉടനെ ചന്ദ്രയും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ മഹിമേ, അവളിവിടെ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ മഹിമ ദേഷ്യത്തോടെ തിരിച്ചു പറയാണ്, എന്ത് നന്നായിട്ട് ജീവിക്കുന്നുവെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഹോട്ടലിൽ സെർവൻറ്റ് ജോലി ചെയ്യുന്നു, അതാണോ നിങ്ങൾ അവളെ നന്നായിട്ട് നോക്കുന്നത്? ഈ സംസാരവും ബഹളമൊക്കെ കേട്ടുകൊണ്ട് ശ്രുതിയും അങ്ങോട്ട് വരുന്നുണ്ട്. ശേഷം മഹിമ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇത്രയും വലിയ കഷ്ടപ്പാടാണെങ്കിൽ എൻ്റെ മോളെ സെർവൻറ്റ് ജോലിക്ക് അയക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അവളുടെ ഡബ്ബിംഗ് ജോലിക്ക് പോകുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ അവളുടെ ആഗ്രഹം അതാണല്ലോ, അതുകൊണ്ടാണ് വിട്ടിരുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഈ ജോലിക്ക് പോകുന്നത്. ഇതൊക്കെ കൊണ്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞാൽ ഞങ്ങളുടെ വില പിന്നെ എന്താവും? നിങ്ങൾക്കെന്താ അവള് ഡബ്ബിംഗ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന ശമ്പളം മതിയാവുന്നില്ലേ? നിങ്ങൾക്കറിയോ എൻ്റെ മകളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് എത്ര വിഷമമായെന്ന്? അവളെ അങ്ങനെ കണ്ട സമയത്തെ ഞാൻ നിന്നങ്ങ് കത്തി എരിഞ്ഞു. സച്ചി ഉടനെ കമന്റ് പറയുന്നുണ്ട്,
എന്താ രേവതി ഇത്, ഹോട്ടലാകുന്ന സമയത്ത് തീ കത്തില്ലേ, പിന്നെ അങ്ങനെയല്ലേ വേണ്ടതും എന്നിങ്ങനെ. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന്. അപ്പം മഹിമ പറയുകയാണ്, എന്റെ മകളെ ആ ജോലിക്ക് വേണ്ടി പോകാൻ പാടില്ല. നിങ്ങൾക്കൊക്കെ എത്ര പണമാണ് വേണ്ടതെന്ന് വെച്ചാ ബ്ലാങ്ക് ചെക്ക് ഉണ്ട്, അതിനകത്ത് നിങ്ങൾ തന്നെ എഴുതിക്കോളൂ എന്ന് പറയാണ്. സച്ചിക്ക് അങ്ങോട്ട് കലി കയറുന്നുണ്ട്. മഹിമയോടായിട്ട് പറയും, നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്, നിങ്ങളുടെ മകളെ പറഞ്ഞു വിട്ടിട്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രവീന്ദ്രൻ സച്ചിയെ തടയുകയാണ്. പൂർണ്ണമായിട്ടും പറയാൻ സമ്മതിക്കുന്നില്ല. ഈ അപ്പുറത്തേക്ക് പോടാന്നും പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്തായാലും തന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ മിണ്ടാതെ സച്ചി പോകുന്നുണ്ട്. തുടർന്ന് രവീന്ദ്രൻ ദേഷ്യത്തിൽ തന്നെ മഹിമയോട് പറയുന്നുണ്ട്, നോക്ക് മഹിമേ, എന്റെ വീട്ടിൽ 3 മരുമക്കളുണ്ട്. അവര് 3 പേരുടെ അടുത്തും ഇതുവരെ 1 രൂപ പോലും ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കാൻ പറഞ്ഞിട്ടില്ല, മേടിച്ചിട്ടുമില്ല. ഇവിടുത്തെ ആൺകുട്ടികൾ സമ്പാദിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്നു. അവരവരുടെ വീട്ടിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് അവർ വിചാരിക്കുന്നത് ചെയ്യുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും അതൊന്നും ചോദിച്ചു മേടിച്ചിട്ടില്ല. വർഷയോടും അവളോട് ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ അടുത്ത് പോയി തന്നെ ചോദിക്കാൻ പറയുകയാണ് രവീന്ദ്രൻ. ചന്ദ്രമതിയാണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ, അതേ മഹിമേ, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇതൊന്നും പറഞ്ഞിട്ടും മഹിമയ്ക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ശ്രുതിയാണെങ്കിലും ഇതിലിടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ആന്റി, ശ്രീകാന്തിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വർഷയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെയും പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് വർഷ പോകുന്നത്, അല്ലാതെ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല. വർഷയും ശ്രീകാന്തും എടുക്കുന്ന തീരുമാനം അവരുടെ തനിയെ ഉള്ള ഒരു തീരുമാനമാണ്. അതിൽ ഞങ്ങൾക്ക് തലയിടാൻ വേണ്ടി പറ്റില്ല. ഇത് കേട്ടിട്ടും മഹിമ ചോദിക്കുന്നുണ്ട്, ശരി, അവരങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എന്തിനാ വർഷയെ ആ ജോലിക്ക് പോകാൻ സമ്മതിച്ചത്? വീട്ടിലെ മുതിർന്നവരൊക്കെ അല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ വേണ്ട എന്ന്? എന്നാൽ രവീന്ദ്രൻ അത് കേട്ടതും ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങളുടെ മകളോട് ഈ ജോലിക്ക് പോകണ്ടെന്ന്? അപ്പം മഹിമ പറയും, ഞാൻ പറഞ്ഞതാ, പക്ഷെ അവള് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. രവി വീണ്ടും പറയും, എന്താ മഹിമ ഇത്, നിങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ കേൾക്കുക? എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മരുമക്കളോട് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. എൻ്റെ മക്കളാണെങ്കിൽ ഞാൻ പറയുന്നത് അവർ കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരെ ഓരോരുത്തരെയും വളർത്തിയത്. ഇതേ സമയത്ത് സച്ചിയും അങ്ങോട്ട് വരുന്നുണ്ട്. സച്ചി രവീന്ദ്രനോട് പറയും, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. അച്ഛനൊന്നും മിണ്ടാതെ എന്നെ തടുത്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്നും പോയി തന്നത്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിന്നതും. എന്നിട്ട് മഹിമയോടായിട്ട് പറയാണ് സച്ചി, നോക്ക്, നിങ്ങളുടെ മകളെ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെടേണ്ടെന്ന് പറയുന്ന സമയത്ത്, അതെ, എൻ്റെ തെറ്റ് തന്നെയല്ല. അവളെ ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കാൻ ഞാനും എൻ്റെ ഭർത്താവും അനുവദിച്ചു. ഇവിടെ അല്ലെങ്കിൽ എന്താ ഇത്ര വലിയ വരുമാനം വരാൻ വേണ്ടി പോകുന്നത്? പൂ കെട്ടുന്നവളും ഡ്രൈവറും ഒക്കെ അല്ലേ ഇവിടെ ഉള്ളത്. അവർ കൊടുക്കുന്നത് പോരാത്തത് കൊണ്ട് എൻ്റെ മകളെ സെർവൻ ജോലിക്ക് പോകുന്നു. നിങ്ങളെല്ലാവരും ആണെങ്കിൽ നിങ്ങൾക്കൊന്നും ഇതിൽ പങ്കേ ഇല്ലാത്ത പോലെ അഭിനയിക്കുന്നു. സുധിയപ്പ പറയുന്നുണ്ട്, ആന്റി, ഞാനൊരു ഷോറൂമൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഞാനൊരു ബിസിനസ്മാനാണ്, അത് ഓർമ്മ വേണം. സുധി അങ്ങനെ സംസാരിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചി സുധിയോട് പറയുന്നുണ്ട്, എടാ, ഞങ്ങളെ മോശപ്പെടുത്തി പറഞ്ഞൊന്നും നിനക്കത്ര വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിന്റെ പെരുമ പറഞ്ഞില്ല, അതായിരിക്കും ഇപ്പം നിനക്ക് സഹിക്കാൻ പറ്റാതെ വന്നത്. എന്തായാലും മഹിമ തുടർന്ന് പറയുന്നുണ്ട്, ഇത് നോക്ക് ചന്ദ്രേ, എൻ്റെ മകളെ ബോൺ വിത്ത് സിൽവർ സ്പൂണാ. അങ്ങനെ വളർന്ന അവള് ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് എച്ചിലെടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അതേസമയം മഹിമയുടെ മകള് ഈ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് അവളുടെ എച്ചിൽ പോലും അവൾ സ്വയം എടുക്കാറില്ല. അതും എൻ്റെ ഭാര്യയാണ് എടുക്കാറെന്നുള്ള സത്യം സച്ചി അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ഡ്രൈവറും പൂ കെട്ടുന്നവളും എല്ലാവരും ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ സത്യസന്ധമായിട്ടാണ് അധ്വാനിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്കതുകൊണ്ട് അഭിമാനമേ ഉള്ളൂ. എന്തായാലും നിങ്ങളിപ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നത്? അത് പറയുമ്പോൾ മഹിമ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഇനി ആ ജോലിക്ക് പോകാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് എത്ര പണമാണോ ആവശ്യമുള്ളത് അത് എത്രയാണെന്ന് വെച്ചാലും എഴുതിക്കൊള്ളാൻ പറയുകയാണ്. സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മഹിമ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് ഷോറൂമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ എൻ്റെ മകൾ ഇപ്പോഴും സെർവൻ ജോലിയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഒന്നും പറയണ്ട. ചന്ദ്രേ, ഈ ചെക്ക് എടുത്തോളൂ. അതും പറഞ്ഞ് ചന്ദ്രയുടെ നേരെ ആ ചെക്ക് നീട്ടുമ്പോൾ രേവതിയാണെങ്കിലും ഇതിൽ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ചെക്ക് തന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനെന്ന്. അങ്ങനെ ജീവിക്കേണ്ട ഗതികേടൊന്നും ഇവിടെ ആർക്കുമില്ല. എന്തിനാണ് എൻ്റെ അച്ഛനെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? അങ്ങനെയൊക്കെ രേവതി സംസാരിക്കുമ്പോൾ രേവതിക്ക് നേരെ ചൂടാവുകയാണ് കേട്ടോ ചന്ദ്രമതി. ആ സമയം രേവതിയാണെങ്കിലും ചോദിച്ചു പോകുന്നുണ്ട് ചന്ദ്രയോട്, പിന്നെ അവർ പറയുന്നതൊക്കെ ന്യായമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഉടനെ സച്ചി, രേവതി നീ നിർത്ത്, ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങൾ പണം മേടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയും പറഞ്ഞ് സച്ചി മഹിമയുടെ കയ്യിൽ നിന്നും ആ ചെക്ക് വാങ്ങിയിട്ട്
ഇതിൽ എത്ര വേണമെങ്കിലും എഴുതാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു പേന എടുത്തിട്ട് ആദ്യം അതിൽ 500 എന്ന് എഴുതുകയാണ് കേട്ടോ. 500 രൂപയേ ഉള്ളോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും സച്ചി അതിൽ ഒരു 0 കൂടെ എഴുതി ചേർക്കുന്നത്. അപ്പോൾ അത് 5000 ആയി. പിന്നെ ഒരു 0 കൂടെ ഇടുമ്പോൾ അത് 5 ലക്ഷം. അപ്പോഴേക്കും മഹിമയുടെ ചങ്കിടിക്കുന്നുണ്ട്. സച്ചി നിർത്തുന്നില്ല. 5 ലക്ഷത്തിന് പുറമെ ഒരു 0 കൂടെ എഴുതി ചേർക്കുമ്പോൾ അത് 50 ലക്ഷം ആകുന്നുണ്ട്. 50 ലക്ഷമോ എന്നോർത്ത് മഹിമ കണ്ണും തള്ളി ഇരിക്കുമ്പോഴായിരിക്കും സച്ചി അടുത്ത 0 കൂടെ അതിൽ ചേർക്കുന്നത്. അപ്പോൾ അത് 5 കോടിയായി മാറുന്നു. എന്നിട്ട് നിർത്തുന്നില്ല, ഒരു 0 കൂടെ ഇടുകയാണ്. അങ്ങനെ 50 കോടി എഴുതുകയാണ് കേട്ടോ സച്ചി. മഹിമയാണെങ്കിൽ ഇത് കണ്ട് വാ പൊളിച്ചിരിക്കുകയാണ്. തുടർന്ന് സച്ചി ശ്രുതിയോടായിട്ട് പൗഡർ ഏട്ടത്തി ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ക്യാഷായിട്ട് തന്നെ നമുക്ക് മേടിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലില്ല, അതിന് ഹെഡ് ഓഫീസിൽ പോകണം എന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ പോയിട്ട് ചെക്ക് കൊടുക്കാം. അച്ഛാ, ഞാൻ ഈ ചെക്ക് കൊണ്ടുപോയിട്ട് ഹെഡ് ഓഫീസിൽ കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നതും മഹിമ സച്ചിയുടെ പുറകെ ഓടി വരുന്നുണ്ട്. നിൽക്കെന്ന് പറഞ്ഞിട്ട് മഹിമയുടെ ആ വെപ്രാളവും പരിഭ്രമവും ഒക്കെ കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ ടെൻഷൻ ആവുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോളാൻ. മഹിമയാണെങ്കിൽ കിടന്ന് പരിങ്ങുന്നുണ്ട് എന്തു പറയണമെന്നറിയാതെ. തുടർന്ന് സച്ചി പറയും, നിങ്ങൾ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പണക്കാരെ പോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് തന്നെ ചെക്ക് നീട്ടുമല്ലേ? ഇപ്പൊ പണി കിട്ടിയോ? ഇപ്പൊ മനസ്സിലായോ ഞങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാ എങ്ങനെ ഇരിക്കുമെന്ന്? അതും പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ചെക്ക് ഇനി ഞങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ച് സച്ചി ആ ചെക്ക് അങ്ങോട്ട് കീറി കളയുകയാണ് കേട്ടോ മഹിമയുടെ മുമ്പിൽ വെച്ച്. ശേഷം രേവതിയാണെങ്കിലും മഹിമയോട് പറയുന്നുണ്ട്, നോക്ക്, നിങ്ങളുടെ മകളുടെ അടുത്തേ ഇവിടുന്ന് ആരും ജോലിക്ക് വേണ്ടി പോകാൻ പറഞ്ഞിട്ടില്ല. വർഷയും ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും, എന്റെ രേവതി അങ്ങനെയല്ല, വർഷയുടെ അടുത്ത് പോയി ഇവർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതെന്റെ ഇഷ്ടമാണ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടായിരിക്കും വർഷ ഇവരെ പറഞ്ഞു വിട്ടത്. ഇവരാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാതെ ആ ചെക്കും തൂക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കിടന്ന് ആടി. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ ആട്ടമൊന്നും ഇവിടെ നടക്കില്ല. കാരണം നിങ്ങളെക്കാൾ നന്നായിട്ട് എൻ്റെ അമ്മയാടും. ഞങ്ങളുടെ കുടുംബത്തിനെ നിങ്ങൾ വിലക്ക് വാങ്ങാൻ നോക്കിയതാണല്ലേ? എൻ്റെ അച്ഛന് തന്നെ നിങ്ങൾ ചെക്ക് കൊടുക്കാൻ നോക്കി. നിങ്ങൾ 5 കോടിയല്ല 50 കോടിയല്ല 5000 കോടി കൊടുത്താലും എൻ്റെ അച്ഛനെ ഒരിക്കലും വിലക്ക് വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇതും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നത്? സച്ചി ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് മഹിമ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട്, നിങ്ങളുടെ മകൻ എന്നെ പറയുന്നത് കേട്ടില്ലേ എന്ന്. രേവതിയാണ് മറുപടി കൊടുക്കുന്നത്. സച്ചിയേട്ടൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാനം കെടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ സച്ചിയേട്ടൻ ചുമ്മാതിരിക്കുമോ? ഞങ്ങളുടെ അച്ഛനെ ആരുടെയും സ്വത്ത് ആഗ്രഹിക്കാത്ത ആളാ. ഇത്രയൊക്കെ കേട്ടിട്ടും മഹിമയ്ക്ക് ഒരു കുലുക്കവും ഇല്ല. മഹിമ തിരിച്ചു പറയുന്നുണ്ട്, ആ അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള ആൾക്കാരെ ഒന്നും ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരില്ലല്ലോ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. ശരിക്കും മഹിമേ നിർത്തിക്കോ, നിങ്ങളുടെ സംസാരം അതിര് വിടുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ വർഷയുടെ മമ്മി ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുറച്ച് സമാധാനമായിട്ട് നിന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും മഹിമ വീണ്ടും തൻ്റെ കണ്ടീഷൻ പറയുകയാണ്. അവൾ ഒരിക്കലും ഈ ജോലിക്ക് ഇനി പോകരുത്, അത് ഞങ്ങൾക്ക് കുറച്ചിലാണ്. ചന്ദ്രമതി, നിങ്ങൾക്കാണ് ഈ വീട്ടിൽ കുറച്ചെങ്കിലും കാര്യവിവരം ഉള്ളത്. അതുകൊണ്ട് നിങ്ങളോടായിട്ട് ഞാൻ പറയുക, നിങ്ങൾ എൻ്റെ മോളെ ഒന്ന് തടുക്കണം. എന്നാൽ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ മഹിമ ഈ പറയുന്നത്? ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് നിങ്ങളുടെ മകൾ ഇതുവരെ കേട്ടത്? നിങ്ങൾ പറയുന്നതോ അവൾ കേൾക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നതാണോ ഇനി കേൾക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തൻ്റെ ഈ ആവശ്യം അംഗീകരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്ന മഹിമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അതിനും ചുട്ട മറുപടി തന്നെ സച്ചിയും രേവതിയും രവീന്ദ്രനും കൂടി മഹിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ മഹിമ അവിടെ നിന്ന് നാണം കെട്ട് ഇറങ്ങി പോവുക തന്നെയാണ് ചെയ്യുന്നത്. തുടർന്നുള്ള ചെമ്മനീർ പോയിന്റ് ഇത്തരം വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്